സൈക്കോസ് വിഷന്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ഈസ്റ്റർ ദിവസമായിട്ടുള്ള ഇന്ന് നമ്മുടെ പുതിയ വീഡിയോ ഈസ്റ്ററിൽ നമുക്ക് നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അർദ്ധരാത്രി മുതൽ നാളത്തെ ഒരു ദിവസം, അങ്ങനെയാണ് ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്ന അത് നമ്മൾ പോകുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള നമ്മുടെ അതെ വെള്ളയായിട്ട് നമ്മൾ നേരെ ഇപ്പൊ പള്ളിയിൽ പോകാറുണ്ട്. ഇന്നിപ്പോ പാതിര കുർബാനയാണ്. പാതിര കുർബാനയ്ക്ക് നമ്മളിപ്പോ ഇറങ്ങിയാണ്. അപ്പൊ നമുക്ക് അതെ ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നമുക്ക് ഇന്നത്തെ പള്ളിയിലെ ആരാധനയെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും ഫുഡ് കൊണ്ടു തന്നു. ചിക്കനും പിന്നെ പത്തിരിയുമായിരുന്നു. അങ്ങനെ നോമ്പ് നമ്മുടെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഞാൻ നോമ്പ് കറക്റ്റ് എടുത്തിട്ടില്ല. വാവച്ചിയാണ് ഫുൾ നോമ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വാവച്ചി എൻ്റെ നോമ്പ് മുറിക്കുന്നതാണ്. മീനൂട്ടി ഞാൻ നോമ്പ് അങ്ങനെ ക്ലിയർ ചെയ്ത് എടുത്തിട്ടില്ല. എന്തായാലും ഹാപ്പി കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഈസ്റ്റർ ദിനമാണ് കേട്ടോ. രാവിലെ എണീറ്റു. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരത്തെ അല്ല, 7:30 8 മണിയൊക്കെ ആയി എണീറ്റപ്പോഴും. എണീറ്റ് നമുക്ക് ഇനി കാപ്പി കുടിക്കാം. രാവിലെ തന്നെ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയായിരുന്നു. അതായത് നമ്മളങ്ങനെ ഇഡ്ഡലി കാപ്പി കുടിക്കുകയാണ്. ഞാനും ബാവച്ചിയും മോളും കൂടെ ഇഡ്ഡലി കഴിച്ചു. രാവിലെ ജിമ്മി നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ജിമ്മി എണീറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് നിൽക്കുക. നമ്മൾ രാത്രിയാണ് വന്നത്. അപ്പോൾ ജിമ്മി അറിഞ്ഞില്ല എന്നൊന്നും, നമ്മൾ അങ്ങോട്ട് പോയില്ലായിരുന്നു. അപ്പോൾ ഇതാണിത് അന്ന് പുതുക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് മേലെ പ്ലാസ്റ്റിക് ചെയ്ത് സൈഡൊക്കെ തേച്ചതാണ്, അന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ നേരെ അകത്തോട്ടങ്ങ് കയറി. അകത്ത് കയറിയപ്പോഴത്തേക്ക് അമ്മ നമ്മുടെ CSI പള്ളിയിൽ നിന്ന് ഇത് ഫുഡ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് അമ്മയും ബാബച്ചിയും പിന്നെ മോളും എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അതിനുശേഷം അമ്മ അകട്ടുക്കളയിൽ കയറി. ഇപ്പോൾ വീട്ടിൽ ബാക്കിയിരുന്ന വെർമസലിയും പിന്നെ അതല്ലാതെ ഞാൻ ഒരു പാല് വാങ്ങിയായിരുന്നു. അപ്പോൾ പാലും എല്ലാം കൂടെ വെച്ചൊന്ന് ഇത്തിരി പാൽപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാൽപ്പായസം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വേറെ സാധാരണ ഈ സ്പെഷ്യലൊന്നും സാധാരണ ചെയ്യുന്നില്ല. പാൽപ്പായസം ഇന്നത്തെ ഈസ്റ്ററിന് അത് മധുരം വേണമല്ലോ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് അമ്മ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അതൊക്കെ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. പിന്നെ കഴിക്കാനുള്ളതും ഏകദേശമൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അമ്മ ഫുള്ള് സെറ്റ് ചെയ്യാണ് കേട്ടോ. വാവച്ചി അമ്മയും കൂടെയൊക്കെ ഭയങ്കര സംസാരം നടക്കുക അവിടെ. അപ്പം ഞാൻ അത് വോളിയം ഒന്ന് കുറച്ചിട്ടതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് അതാണ്. ഇവരുടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ നമുക്ക് വെള്ളം ഇടുന്നുണ്ട്. പിന്നെ വാവച്ചി എന്ന് പറഞ്ഞാൽ നേരത്തെ ആ ഫുഡ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്നുകൂടെ കഴിക്കാൻ വേണ്ടി കയറിയിരുന്നു. നേരത്തെ എടുത്തുകൊണ്ട് വെച്ചിട്ട് അത് കഴിച്ചില്ലായിരുന്നു. പിന്നെ അതിനുശേഷം അപ്പോൾ പാൽപ്പായസം റെഡിയായി. അപ്പോൾ നമുക്ക് വിചാരിച്ചു എല്ലാവർക്കും കൂടി ഇത്തിരി പാൽപ്പായസം കുടിക്കാമെന്ന്. അപ്പം അങ്ങനെ ഞാനും ബാവച്ചിയും നമ്മളെല്ലാവരും കൂടെ പാൽപ്പായസം കുടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പാൽപ്പായസം എടുത്തുകൊണ്ടുവന്ന് നേരെ നമ്മുടെ ടീപ്പേരെ പുറത്ത് വെച്ചു. സൂപ്പർ മീനുട്ടി എവിടെ ചോദിക്കുന്നത്? മീനുട്ടി ഞെരിച്ചിരുന്ന് കളിക്കുന്നു. കളിക്കാനുള്ള ഇടവേള. പന്ത് കളിക്കണത് പ്ലേറ്റിൽ.
എന്തിനാ ഇവിടെ? എന്തിനാണ് ഇത്? ബിരിയാണിയാ? ഇത് ബിരിയാണിയാ? പുളിയല്ല. എവിടെ നിന്ന് പുളിയല കിട്ടിയ? ഈസ്റ്ററായിട്ട് ചോറൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കേ അമ്മ കൊണ്ട് തന്നതാണ്. അങ്ങനെ ഞാനും മീനും കൂടെ ഇരുന്ന് ചവച്ച് ചവച്ചിരിക്കുകയാണ്. അല്ലേ മീനൂട്ടി? ആ കൂട്ടുകാരെ, ഇതാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിരുന്നത് കേട്ടോ. സൂപ്പറായി, അടിപൊളി. നമ്മൾ പെയിൻറ്റ് ചെയ്താലും വൃത്തിയാക്കാവും. അപ്പോൾ അങ്ങനെ ടോപ്പ് നമ്മൾ തന്നെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പ്ലാസ്റ്ററൊക്കെ ചെയ്ത് നല്ല സെറ്റായി കിടക്കും. ഇനി നമ്മുടെ ഒരു ബാത്റൂമിൻ്റെ പണിയൊക്കെ തീർക്കാറുണ്ട്. ഇതൊക്കെ തേച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പെയിൻറ്റ് ചെയ്തിട്ടില്ല, പെയിൻറ്റ് ചെയ്യണം ബാക്കി. അങ്ങനെ അമ്മയും മീനൂട്ടിയും കൂടെ അംഗം തുടങ്ങി. എന്തിനാണ് പൈനാപ്പിളിനുള്ള അംഗം? ചേച്ചി ഉണ്ടാ മീനൂട്ടി? കയ്പാണോ? കയ്പാ പുളിപ്പാ? പുളിപ്പ്. ഉറങ്ങിയിട്ടൊക്കെ എണീറ്റിരിക്കുകയാണ് ഈസ്റ്ററായിട്ട്. അപ്പോൾ ഗൈസ്, ഈസ്റ്റർ ദിവസമായിട്ട് പേരപ്പോട് കുഴി വീട് നമ്മൾ ഇറങ്ങുകയാണ്. എന്തരുത്? വാ 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 വാ. മീനൂട്ടിനെ വളരെ സേഫ് ആയിട്ടാണ് കൊണ്ടുപോകണം കേട്ടോ. അതുകൊണ്ട് യൂട്യൂബ് കോപ്പിറൈറ്റ് ഒന്നും തരില്ലേ? അല്ലടി ആവശ്യ മച്ചാനേ. പെട്ടെന്നാ പെട്ടെന്നാ. മഴ മഴ മഴ. കൂട്ടുകാരെ, നമ്മൾ ഈസ്റ്റർ ദിവസം നമ്മൾ കണ്ട കുടുംബ വീട്ടിൽ നിന്ന് ഇറങ്ങി വഞ്ചത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആ പേരിയോ മഴ, അടിപൊളി മഴ കേട്ടാണ്. സൂപ്പർ മഴ തന്നെയാണ്. ഇതാ നമ്മളങ്ങനെ മഴയത്ത് നമ്മളിങ്ങനെ നമ്മളെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ റോഡ് മൊത്തവും വെള്ളം കെട്ടി കിടക്കണം. നമുക്ക് റോഡ് നമ്മൾ സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ റോഡ് വെള്ളം കെട്ടി കിടക്കണം. ഫുള്ള് വെള്ളം. വെള്ളത്തിൽ കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെ, മഴയാണ്. ഞാൻ അങ്ങനെ മഴയത്ത് നമ്മൾ ഓടി ക്രിസ്തുരൻ സ്കൂളിലെത്തി കേട്ടോ. ക്രിസ്തുരൻ സ്കൂളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എഴുതി കണ്ടല്ലോ. 1 മുതൽ 7 വരെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്കൂൾ ബസ് പണിയുന്നതിൻ്റെ കേസുമായിട്ട് ഞാൻ വന്നതാണേ. ഇതിപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വീട്ടിലോട്ട് പോകാൻ. സ്കൂളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണേ. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന് കയറി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ നാടൻ മാങ്ങ കൊണ്ടുവന്നതാണ്. പിന്നെ അമ്മേരെ അവിടെ നിന്ന് ഇത്തിരി മാവ് കൂടെ എടുത്തുകൊണ്ട് വന്നായിരുന്നു, ദോശ ഇവിടെ. പിന്നെ നമ്മൾ ഉള്ളതുകൊണ്ടൊക്കെ എന്നൊരു പരുവത്തിന് ഈസ്റ്ററും ആഘോഷിച്ചല്ലേ ആവശ്യം. പിന്നെ സൂപ്പർ അല്ലായിരുന്നാ? പള്ളിയിൽ നോമ്പൊക്കെ മുറിച്ച് 50 നോമ്പ് കംപ്ലീറ്റ് ചെയ്തേട്ടാ. ഹാപ്പിയാണ്. അങ്ങനെ ഇന്ന് വൈകുന്നേരം നമ്മളെ കാപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് ദോശയാണ് കേട്ടോ. ഓക്കെ, ഇന്ന് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കഴിക്കാൻ കേട്ടോ ദോശയും കറിയും. ഓക്കെ, അപ്പം ഇന്നത്തെ ഈസ്റ്ററിനുള്ള നമ്മളെ വൈകുന്നേരത്തെ ആഹാരമാണ് ഇത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു കട്ടനൊക്കെ കുടിക്കാനായിട്ട് വാവച്ചിരുന്ന് കട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കഷായമൊക്കെ കുടിക്കുന്നു. വാവച്ചി കട്ടനൊക്കെ കുടിച്ചിട്ട് കഷായമൊക്കെ കുടിക്കുന്നു. മീനൂട്ടിയാണെങ്കിൽ അവിടെ രാത്രി ഓടിക്കളി തുടങ്ങി. മീനൂട്ടി വീഡിയോ ക്ലോസ് ചെയ്യാൻ വാ മീനൂട്ടി. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈസ്റ്റർ ദിവസം സിമ്പിളായിരുന്നു, ആഘോഷമൊന്നും ഇല്ലായിരുന്നു. ചെറിയ രീതിയിൽ, എന്നാലും കുഴപ്പമില്ലല്ലേ, നല്ല രീതിയിൽ അങ്ങനെ ഒരു ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.